ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 116ാമത്തെ പേജാണ്. സെക്സ് ആൻഡ് ജെൻഡർ, അല്ലെങ്കിൽ അതിനെ നമുക്കിങ്ങനെ പറയാം, ലിംഗഭേദവും ലിംഗപദവിയും. അതായത് ലിംഗഭേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ആണാണോ പെണ്ണാണോ അതെയോ ട്രാൻസ്ജെൻഡർ ആണോ അല്ലെങ്കിൽ ഇൻ്റർസെക്സ് ആണോ, എന്ത് ആയിട്ടുള്ള വ്യക്തിയാണോ. അതുപോലെ തന്നെ ലിംഗപദവിയും ജെൻഡർ, ഏത് ജെൻഡർ ആയിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് യൂഷ്വലി ഐഡൻറ്റിഫൈഡ് അറ്റ് ബർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാധാരണയായി ഒരു വ്യക്തി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്നത് ജനന സമയത്താണ്. ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, അതായത് ഒരു വ്യക്തിയുടെ ലിംഗം, അതായത് ആണാണോ പെണ്ണാണോ എന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നത് യൂഷ്വലി സാധാരണയായി അറിയുന്നത് എപ്പോഴാണ്? അറ്റ് ബർത്ത്, അതായത് ജനന സമയത്താണ്. ഐഡൻറ്റിഫൈ എന്ന് വെച്ചാൽ തിരിച്ചറിയുക, അറ്റ് ബർത്ത് എന്ന് വെച്ചാൽ ജനന സമയത്ത്, യൂഷ്വലി എന്ന് വെച്ചാൽ സാധാരണയായി, ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ വ്യക്തി. ഓക്കെ, സെക്സ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് ലിംഗത്തിൽപ്പെട്ട ആളാണ്, ആണാണോ പുരുഷനാണോ സ്ത്രീയാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇനി എന്താണ്? Chromosomes, hormones and many external and internal physical characteristics are the base for the biological differentiation of male and female sex. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രോമോസോമുകൾ, ഹോർമോണുകൾ, ബാഹ്യവും ആന്തരികവുമായ നിരവധി ശാരീരിക സവിശേഷതകൾ, ഇവയാണ് ജീവശാസ്ത്രമായി ആൺപെൺ ലിംഗഭേദത്തിന് അടിസ്ഥാനം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദ ബേസിസ് ഫോർ ദ ബയോളജിക്കൽ ഡിഫറൻസിയേഷൻ, അതായത് ബയോളജിക്കൽ ഡിഫറൻസിയേഷൻ ഓഫ് എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ്, അതായത് ആണ് പെണ്ണ് എന്നുള്ള ലിംഗഭേദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം ആണ് എന്ന് ചോദിച്ചാൽ, 1 ക്രോമോസോം, 2 ഹോർമോൺസ് ആൻഡ് മെനി എക്സ്റ്റേണൽ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ളത് ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവും, അതായത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ശാരീരിക സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകളുമാണ് എന്തിനെ? ഒരു വ്യക്തിയെ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ കാണുന്നതിന് സഹായിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ക്രോമോസോം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഹോർമോൺസ് എന്താണെന്ന് അറിയാം, ആൻഡ് മെനി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫിസിക്കൽ കണ്ടീഷൻ. മെനി എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ, എക്സ്റ്റേണൽ ബാഹ്യമായിട്ടുള്ള, ആൻഡ് ഇൻറ്റേർണൽ ആന്തരികമായിട്ടുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫിസിക്കൽ എന്ന് വെച്ചാൽ ശാരീരികമായ സവിശേഷതകൾ. ആർ ദ ബേസിസ്, ആണ് അടിസ്ഥാനം. എന്തിന്? ഫോർ ദ ബയോളജിക്കൽ ഡിഫറൻസിയേഷൻ. എന്താണ് ബയോളജിക്കൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജീവശാസ്ത്രപരമായ വ്യത്യാസം. എന്തിനു വേണ്ടിയിട്ട്? ഡിഫറൻസിയേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ, ആണ് പെണ്ണ് എന്നുള്ള ജീവശാസ്ത്രപരമായ വ്യത്യാസത്തിന് അടിസ്ഥാനം ഏതെല്ലാമാണ്? ഹോർമോൺസ്, ക്രോമോസോംസ് ആൻഡ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത സെൻറ്റൻസിലേക്ക് പോവാണ്. ദ കാറ്റഗറി ഇൻ്റർസെക്സ് ഇൻക്ലൂഡ്സ് ദോസ് ഹൂ ആർ ബോൺ വിത്ത് reproductive organs that are neither fully female nor male or a combination of both or with chromosomes having variations. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർസെക്സ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് ഒന്ന് കുറച്ചുകൂടി നോക്കാം. എങ്ങനെയാണ് പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണമായും സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അല്ലാത്തവയോ ഇവ രണ്ടും ചേർന്നതായവയോ വ്യത്യസ്ത ക്രോമോസോം ഉള്ളവരായി ജനിച്ചവരാണ് ഇൻ്റർസെക്സ് വിഭാഗത്തിൽ പെടുന്നത്. ഏതാണ് ഇവനി? നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് നമ്മൾ നോക്കുക, ദ കാറ്റഗറി ഓഫ് ഇൻ്റർസെക്സ്, അതായത് ഇൻ്റർസെക്സ് എന്ന വിഭാഗത്തിൽ ഇൻക്ലൂഡ്സ് ഉൾപ്പെടുന്നത് ദോസ് ഹു ആർ ബോൺ, ആരൊക്കെയാണോ ജനിച്ചിരിക്കുന്നത്, വിത്ത് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് പ്രത്യുൽപാദന അവയവങ്ങൾ, ദാറ്റ് ആർ നെയ്തർ ഫുള്ളി മെയിൽ, അവ പൂർണ്ണമായും ഫീമെയിലിൻ്റേത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടേതല്ല, നോർ മെയിൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റേതല്ല, ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അല്ലെങ്കിൽ അവ രണ്ടും എന്താണ് ചേർന്നവയായിരിക്കാം. അപ്പം
നമ്മൾ മനസ്സിലാക്കുക, പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണമായും സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അല്ലാത്തവയോ അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നവയോ. പിന്നെ എന്താണ്? കോമ്പിനേഷൻ ഓഫ് ബോത്ത് വിത്ത് ദ ക്രോമോസോം ഹാവിങ് വേരിയേഷൻസ്. ക്രോമോസോമുകളുടെ വ്യത്യാസവും അവയിൽ ഉണ്ടായിരിക്കും. അപ്പം എന്താണ്? വ്യത്യാസമുള്ളവരായോ ജനിച്ചവരാണ്. ഓക്കെ, അപ്പം ആരാണ് ഈ ഇന്റർസെക്സ് എന്ന് പറയുന്ന ആൾക്കാർ? ഇറ്റ് ഈസ് എ കാറ്റഗറി, അതായത് ഒരു ഗ്രൂപ്പ് ആളുകളാണ്. ഇന്റർസെക്സ് ഇൻക്ലൂഡ്സ്, അവർ എങ്ങനെയുള്ള ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ദേ ആർ ബോൺ വിത്ത് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അവർ ജനിച്ചിരിക്കുന്നത് റിപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ പ്രത്യുൽപാദനമായ അവയവങ്ങൾ എങ്ങനെയുള്ളതാണ്? ആർ നെയ്തർ ഫുള്ളി ഫീമെയിൽ, അവ പൂർണ്ണമായും സ്ത്രീകളുടേതല്ല, നോർ മെയിൽ അല്ലെങ്കിൽ ആണുങ്ങളുടേതുമല്ല, ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അല്ലെങ്കിൽ അവ രണ്ടും ചേർന്നായിരിക്കാം, വിത്ത് ക്രോമോസോം ഹാവിങ് വേരിയേഷൻ, ക്രോമോസോമുകളുടെ വ്യത്യാസവും അവരിൽ ഉണ്ടായിരിക്കാം. സോ നിങ്ങളിപ്പോൾ ഓൾറെഡി ഐ സപ്പോസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് കാറ്റഗറി ഓഫ് ഇന്റർസെക്സ് എന്നുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. എബൌട്ട് 40 ഇന്റർസെക്സ് ടൈപ്സ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ്. ഇനി നമ്മളോട് പറയുന്നത് എന്താണ്? 40ഓളം ഇന്റർസെക്സ് തരംതിരിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മനുഷ്യകുലത്തിൽ ഏകദേശം 40ഓളം തരത്തിലുള്ള ഇന്റർസെക്സ് മനുഷ്യരെ അല്ലെങ്കിൽ ഇന്റർസെക്സിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചാണ്. ട്രാൻസ്ജെൻഡർ ഈസ് എ ജനറൽ ടേം യൂസ്ഡ് ഫോർ ഡിനോട്ട് ഇൻഡിവിജ്വൽസ് ഹു ഐഡന്റിഫൈ ദംസെൽഫ് ആസ് non-conforming to their sex at birth and wish to live according to the gender identity which one is convinced of. ഓക്കെ, അതായത് one is convinced of, ഒരാൾ ഉറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാം. ജനിച്ചപ്പോഴുള്ള ലിംഗത്തോട് അവർക്ക് ഒരിക്കലും യോജിപ്പുണ്ടാവില്ല, അതുപോലെ തന്നെ അത് യോജിച്ചു പോകുന്നില്ല എന്ന് അവരുടെ മനസ്സിൽ തന്നെ ഒരു തിരിച്ചറിവ് അവർക്ക് തോന്നി. അവർ വിചാരിക്കുകയാണ്, സ്വയം ബോധ്യപ്പെട്ട ലിംഗ പദവി അനുസരിച്ച് അവർ തന്നെ വിചാരിക്കുകയാണ് ഞാൻ ഇന്നതാണെന്ന്. ആ ഒരു ലിംഗ പദവി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ, അങ്ങനെ ജീവിക്കുന്ന ആളുകളെയാണ് പൊതുവിൽ എന്ത് വിളിക്കുന്ന പേരാണ്? ട്രാൻസ്ജെൻഡർ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ട്രാൻസ്ജെൻഡർ ഈസ് എ ജനറൽ ടേം. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഒരു പൊതുവായ ടേം അല്ലെങ്കിൽ വാക്കാണ്. യൂസ്ഡ് ടു ഡിനോട്ട്, അതായത് ആ പദം ഉപയോഗിക്കുന്നത് ഡിനോട്ട്, അതായത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽസ്, അതായത് വ്യക്തികൾ. ഹു ഐഡന്റിഫൈ ദംസെൽഫ്, അവർ അവരെ തന്നെ കാണുന്നത് എങ്ങനെയാണ്? ആസ് നോൺ കൺഫേമിങ്, അതായത് അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ടു ദെയർ സെക്സ് അറ്റ് ബർത്ത്, അവർ ജനിച്ചപ്പോൾ ഏത് ലിംഗം അല്ലെങ്കിൽ ആണായിട്ടാണ് ജനിച്ചതെങ്കിൽ ആണായിട്ടോ പെണ്ണായിട്ടോ എന്തെങ്കിലും ആവട്ടെ, അവർ ആ ഒരു ലിംഗമാണ് എന്ന് അവർ തന്നെ അംഗീകരിക്കുന്നില്ല, അവർ ജനിച്ചപ്പോഴുണ്ടായ ആ ലിംഗത്തോട്. ആൻഡ് വിഷ് ടു ലീവ്, അതുപോലെ തന്നെ അവർ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു അക്കോർഡിംഗ് ടു ദ ജെൻഡർ ഐഡന്റിറ്റി. അവർ എങ്ങനെയുള്ള ജെൻഡർ ഐഡന്റിറ്റിയാണ് അവർ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഐഡന്റിറ്റി വിച്ച് വൺ ഈസ് കൺവിൻസ്ഡ് ഓഫ്, അവർ ഏത് ഐഡന്റിറ്റിയിലാണോ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ ഐഡന്റിറ്റി അനുസരിച്ച് ജീവിക്കുന്നു. ഇവരെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ഒരു വ്യക്തി ഒരു പുരുഷനായിട്ടായിരിക്കാം ജനിച്ചത്, പക്ഷേ അവർക്കൊരു പുരുഷനാണെന്ന് തോന്നുന്നില്ല, ഒരു സ്ത്രീയാണെന്ന് തോന്നും. അങ്ങനെയുള്ളവരെ നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ്ജെൻഡർ എന്ന് പറയും. അവർ തോന്നുക മാത്രമല്ല, സ്ത്രീയെ പോലെ വേഷം ധരിക്കുകയും അതുപോലെ തന്നെ സ്ത്രീകൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നു. ഇപ്പോൾ പുതിയ ടെക്നോളജികളൊക്കെ വന്നിട്ടുണ്ട്. അവർ ലിംഗമാറ്റ ശസ്ത്രക്രിയകളും കൂടി ചെയ്ത് പൂർണ്ണമായിട്ട് പെണ്ണായിട്ട് മാറുന്നവരും ഉണ്ട്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. സൊസൈറ്റി പ്രിസ്ക്രൈബ്സ് ഓർ ഇമ്പോസ് ഓൺ മെൻ ആൻഡ് വുമൻ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ബിഹേവിയേഴ്സ് ആസ് വെൽ ആസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് റിഗാർഡ്ലെസ് ഓഫ് ഇൻഡിവിജ്വൽസ് സ്കിൽ ഓർ പെക്യൂലിയാരിറ്റീസ്. ഇവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം വ്യക്തിയുടെ നൈപുണ്യങ്ങൾ അല്ലെങ്കിൽ കഴിവുകളോ സവിശേഷതകളോ പരിഗണിക്കാതെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സ്വഭാവ സവിശേഷതകളും പെരുമാറ്റങ്ങളും ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഒക്കെ എന്താണ് ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കുകയോ നിഷ്കർഷിക്കുകയോ ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഞാനത് ഓരോ വേർഡായിട്ട് പറഞ്ഞു തരാം. സൊസൈറ്റി പ്രിസ്ക്രൈബ്സ്, സമൂഹം നിഷ്കർഷിക്കുന്നു. ഓർ ഇമ്പോസ്, അതായത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഓൺ മെൻ ആൻഡ് വുമൺ, സ്ത്രീകളിലും പുരുഷന്മാരിലും. അപ്പോൾ സമൂഹം സ്ത്രീകളിലും പുരുഷന്മാരിലും ചില കാര്യങ്ങൾ
പറയുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടാക്ട്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവ രീതി വേണമെന്ന് സമൂഹം നിഷ്കർഷിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. പ്രിസ്ക്രൈബ് എന്ന് വെച്ചാൽ നിഷ്കർഷിക്കുക, അല്ലെങ്കിൽ ഇമ്പോസ് എന്ന് വെച്ചാൽ അടിച്ചേൽപ്പിക്കുക. ഓൺ മെൻ ആൻഡ് വുമൺ എന്ന് വെച്ചാൽ സ്ത്രീയിലും പുരുഷന്മാരും. ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ. ഓൺ കോണ്ടാക്ട് അതായത് സ്വഭാവത്തിൽ. ആൻഡ് ബിഹേവിയർ സ്വഭാവങ്ങളും പെരുമാറ്റ രീതികളും. ആസ് വെൽ ആസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് അതായത് ചെയ്യേണ്ട പ്രവൃത്തികളും ഉത്തരവാദിത്തങ്ങളും. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ്? സ്വഭാവവും പ്രവർത്തന രീതികളും ഉത്തരവാദിത്തങ്ങളും ചെയ്യേണ്ട പ്രവർത്തനങ്ങളും. റിഗാർഡ്ലെസ് ഓഫ് ഇൻഡിവിജ്വൽസ് സ്കിൽ, അതായത് ആ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നൈപുണ്യം അല്ലെങ്കിൽ ചെയ്യുവാനുള്ള കഴിവ്. ആ വ്യക്തിയുടെ നൈപുണ്യം അല്ലെങ്കിൽ പെക്യുലിയാരിറ്റിയിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു വ്യക്തിയുടെ കഴിവിനെ പരിഗണിക്കാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി വ്യത്യസ്തമായ എന്താണ് ചെയ്യുന്നത്? ക്യാരക്ടറിസ്റ്റിക് സ്വഭാവ സവിശേഷതകളും പിന്നെ എന്താണ്? കോണ്ടാക്ട് അതായത് പെരുമാറ്റ രീതികളും പെരുമാറ്റ ചട്ടങ്ങളും അതുപോലെ തന്നെ ബിഹേവിയേഴ്സ് ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റികളും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എന്ത് ചെയ്യുന്നു? സമൂഹം നിഷ്കർഷിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തുല്യ ലിംഗനീതി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒരു തടസ്സവുമായി തീരുന്നുണ്ട്. ഓക്കെ, ജെൻഡർ ഈസ് ഷേപ്ഡ് ബൈ prescriptions such as boys shouldn't cry and girls should not do certain jobs. അതായത് പിന്നെ നമ്മളുടെ സമൂഹത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആൺകുട്ടികൾ കരയുവാൻ പാടില്ല, പെൺകുട്ടികൾ ചില ജോലികൾ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള നിഷ്കർഷങ്ങളാണ് ലിംഗപദവിയെ എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുത്തുന്നത്. അതായത് ജെൻഡർ ഈസ് ഷേപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രൂപപ്പെടുത്തുക. ബൈ പ്രിസ്ക്രിപ്ഷൻ അതായത് ചില നിഷ്കർഷിക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ചെയ്യാവൂ, ചില കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള നിഷ്കർഷങ്ങൾ. ജെൻഡർ ഈസ് ഷേപ്ഡ് ബൈ പ്രിസ്ക്രിപ്ഷൻ സച്ച് ആസ് ബോയ്സ് ഷുഡ് നോട്ട് ക്രൈ ആൺകുട്ടികൾ കരയരുത്, ഗേൾസ് ഷുഡ് നോട്ട് ഡു സർട്ടൻ ജോബ്സ് പെൺകുട്ടികൾ ചില ജോലികൾ ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ജെൻഡർ നിഷ്കർഷിച്ചിരിക്കുന്നത്. ദിസ് ഓഫൺ ബിക്കം ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ വിച്ച് ആർ എഗൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ്. ഇവ എന്താണ് സാധാരണ സംഭവിക്കുന്നത്? ഇത് പലപ്പോഴും മനുഷ്യ അവകാശങ്ങൾക്കെതിരായ ലിംഗ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളായി തീരും. ഇത് ഓഫൺ സാധാരണയായി ബിക്കം ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചനത്തിന് ബേസ്ഡ് ഓൺ ജെൻഡർ അതായത് ലിംഗത്തിന് അടിസ്ഥാനമായിട്ടുള്ള വിവേചനത്തിന് കാരണമായി തീരും. വിച്ച് ആർ അഗൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ്. ഇത് മനുഷ്യൻ്റെ ഹ്യൂമൻ റൈറ്റ് അതായത് എന്താണ്? ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത് മനുഷ്യ അവകാശങ്ങൾ. ഓക്കെ, അപ്പം മനുഷ്യ അവകാശങ്ങൾക്ക് എതിരായിത്തീരും ഇത്തരത്തിൽ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളെയും വ്യത്യാസപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സെക്സ് ആൻഡ് ജെൻഡർ അല്ലെങ്കിൽ ലിംഗഭേദവും ലിംഗപദവിയും എന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. ഓക്കെ.